അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 119 സങ്കീർത്തനം 54 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 119 സങ്കീർത്തനം ദാവീദാണ് എഴുതിയതെന്ന് അനേകരും വിശ്വസിക്കുന്നു. കാരണം അവൻ്റെ ജീവിതാനുഭവങ്ങൾ ധാരാളം ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും ദൈവം അവനെ അതിൽ നിന്നെല്ലാം രക്ഷിക്കുകയും ഇസ്രയേൽ രാജാവായി അവനെ ഉയർത്തുകയും ചെയ്തു. അതിന് കാരണം ദൈവത്തോടുള്ള അനുസരണവും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ കണ്ടെത്തി ദൈവഹിതം ചെയ്യുവാനുള്ള ദാവീദിൻ്റെ ആഗ്രഹവുമായിരുന്നു. ദൈവം ദാവീദിനെ നോക്കുമ്പോഴെല്ലാം ദാവീദ് യഹോവയെ വാഴ്ത്തി സ്തുതിക്കുന്നത് കാണുമായിരുന്നു. ദൈവസന്നിധിയിൽ അവൻ സമയം ചിലവഴിക്കുന്നു. ഭക്ഷണം കഴിപ്പാൻ മറന്നുപോയാലും ദൈവത്തെ ആരാധിക്കുവാനായി ആർത്തി കാണിക്കുന്നു. ലോകസുഖം തേടുന്നതിനേക്കാൾ ദൈവസമാധാനം അന്വേഷിച്ച് പിന്തുടരുന്നു. അതെ, ദൈവത്തിന് മനസ്സിലായി ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനാണെന്ന്. ഇവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് യഹോവ ശമൂവേലിനോട് പറയുകയും ദൈവം അവനെ ഇസ്രയേലിൻ്റെ രാജാവായി ഉയർത്തുകയും ചെയ്തു. സകല കഷ്ടതയും സങ്കടങ്ങളും ദാവീദ് മറക്കുവാൻ തക്ക സാഹചര്യങ്ങൾ ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ വരുത്തിയെങ്കിലും ദാവീദിന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: യഹോവയുടെ മനോഹരത്വം കാണണമെന്ന ആഗ്രഹം. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട മരുഭൂമിയിലാണെങ്കിലും അവിടെയും വെള്ളം കുടിച്ച് ദാഹം മാറ്റുവാനുള്ളതിനേക്കാളും യഹോവയുടെ മനോഹരത്വം കണ്ട് ദൈവത്തിൻ്റെ ദിവ്യസമാധാനം പ്രാപിപ്പാനുള്ള ദാഹമായിരുന്നു ദാവീദിനുണ്ടായിരുന്നത്. എന്തുകൊണ്ടായിരുന്നു ദാവീദ് ദൈവിക സമാധാനത്തിനായി ആഗ്രഹിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ദൈവാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുന്ന ദാവീദിന് താൻ ഈ ഭൂമിയിൽ അന്യനും പരദേശിയുമാണെന്ന് ഉള്ള അറിവുണ്ടായിരുന്നു. ദൈവം ഒരു മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിച്ചിരിക്കുന്ന സമയം 120 സംവത്സരമാണെന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ്: അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യമാണ് നാം കേട്ടത്. ചില വ്യക്തികൾ പഠിപ്പിക്കുന്നത് 120 സംവത്സരം എന്നത് ആ തലമുറയെ ദൈവം ന്യായം വിധിക്കുവാനുള്ള സമയദൈർഘ്യമാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് അവൻ്റെ കാലം 120 സംവത്സരമാകും എന്നാണ്. അവൻ എന്ന ഏകവചന രൂപമായതിനാൽ ആദാം എന്ന ഏക മനുഷ്യനിൽ നിന്നും ജനിച്ച സകല മനുഷ്യർക്കും അവരുടെ ജീവകാലം 120 വർഷമായി ദൈവം നിശ്ചയിച്ചുവെന്ന് മനസ്സിലാക്കിയാൽ തെറ്റല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എഴുതിയത് മോശയാണ് എന്ന് ബൈബിൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. മോശയുടെ കാലത്തിന് മുമ്പുള്ള കാര്യങ്ങൾ യഹോവയാണ് മോശയ്ക്ക് പറഞ്ഞു കൊടുത്തത്. മോശയോട് ദൈവം കൽപ്പിച്ചതനുസരിച്ചാണ് മോശ ഇതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചത്. അതിനാൽ തന്നെ ബൈബിൾ സഭയ്ക്ക് തന്നത് പുരോഹിതന്മാർ ആണെന്ന അവകാശവാദം തെറ്റാണെന്ന് തെളിയുന്നു. തന്നെയുമല്ല, ന്യായപ്രമാണം എഴുതിയ മോശ പുരോഹിതനോ ആയിരുന്നില്ല എന്നും നാം ഓർക്കണം. മോശ ഒരു പ്രവാചകനല്ലായിരുന്നു. പിന്നെയോ മോശയോട് ദൈവം മറപൊരുൾ ഇല്ലാതെയാണ് സംസാരിച്ചിട്ടുള്ളത്. ആകയാൽ ബൈബിൾ നമുക്ക് തന്നത് സഭാപിതാക്കന്മാരോ പുരോഹിത വർഗമോ പാസ്റ്റർമാരോ അല്ല, സൃഷ്ടാവായ ദൈവമാണ്. അതിൽ മാറ്റം വരുത്തുവാൻ ആവശ്യമില്ല. അത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയേക്കാൾ ശുദ്ധമാണ്. അതിൽ മാറ്റം വരുത്തുവാൻ ദൈവന്മാരെയും സമ്മതിക്കുകയില്ല. കാരണം ഇതിൻ്റെ ഒറിജിനൽ സ്വർഗത്തിൽ ദൈവകരങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മോശ 120 വർഷം വരെ മാത്രമേ ജീവിച്ചുള്ളൂ. യോശുവ 110 വയസ്സ് വരെ മാത്രമേ ജീവിച്ചുള്ളൂ. ഈ കാലഘട്ടത്തിൽ 120 വയസ്സ് വരെ ജീവിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയുവാൻ കഴിയുകയില്ല. ഏതായാലും 120 വയസ്സിന് കൂടുതൽ ആർക്കും ജീവിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ദൈവമാണ് മനുഷ്യൻ്റെ ആയുസ്സിന് അതിര് വെച്ചത്. ആ ദൈവത്തിന് മാത്രമേ അതിര് നീക്കുവാൻ കഴിയൂ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 26-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും എന്നാണ് ദൈവം മോശയോട് കൽപ്പിച്ചത്. അനുസരിക്കുവാനുള്ള ചില
കൽപ്പനകൾ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ഉം 26-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തും രേഖപ്പെടുത്തിയ അതിനുശേഷമാണ് നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. നാം അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ സേവിച്ചാൽ അനേകം നന്മകൾ നമുക്ക് ദൈവം തരും. തന്നെയുമല്ല, നമ്മുടെ ആയുഷ്കാലം അഥവാ ലൈഫ് സ്പാൻ ദൈവം തികയ്ക്കും. മോശ ദൈവത്തെ അനുസരിച്ചതിനാൽ അവൻ്റെ ആയുഷ്കാലം 120 വർഷം തികയ്ക്കുവാൻ ദൈവം അനുവദിച്ചു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദാവീദ് ഞാൻ പരദേശിയായി പാർക്കുന്ന വീട് എന്ന് തൻ്റെ ഈ ലോകവാസത്തെ വിശേഷിപ്പിച്ചത് എന്നാണല്ലോ. അവന് അനുവദിച്ച കാലം 120 വർഷമാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. അതിനെക്കുറിച്ച് 90-ാം സങ്കീർത്തനത്തിൽ മോശ എന്ന ദൈവപുരുഷൻ അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. അതെ, ദാവീദിനെ താൻ ഇവിടെ നിന്നും പറന്നു പോകുമെന്നറിയാമായിരുന്നു. നമ്മുടെ ആത്മാവിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു കൂടാരം മാത്രമാണ് നമ്മുടെ ശരീരം എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്: ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിനോട് അകന്ന് ഞങ്ങൾ പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. തന്നെയുമല്ല, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ യേശുവിനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ഇന്ന് അനേകരുടെയും അഭിമാനം കൂട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും കയ്യടിയിലാണ്, അവരെ പ്രസാദിപ്പിക്കുന്നതിലാണ്. പാപഭാരം ചുമന്നവനാം യേശുവിന് ഇടമുണ്ടോ? പാപി നിന്നുള്ളിൽ ഇന്ന് യേശു പ്രവേശിപ്പാൻ മുട്ടുന്നു. യേശു മഹാരാജനിപ്പോൾ നിൽക്കുന്നയോ വാതിൽക്കൽ. ആശു നീ അനുസരിച്ച് സ്വീകരിക്കുക മനസ്സ്. ലോക കാര്യമിമ്പങ്ങൾക്കോ ഇന്ന് സ്ഥലമുണ്ട് ഹൃദയെ. ക്രൂശിൽ നിൻപേർക്കായി മരിച്ച യേശുവിന് ഇടമില്ലേ എന്നാണ് പാട്ടുകാരൻ നമ്മോട് ചോദിക്കുന്നത്. തങ്ങളുടെ മക്കൾ തങ്ങളോട് അനുസരണക്കേടും ധിക്കാരവും കാണിക്കുമ്പോൾ മാത്രമാണ് തങ്ങളുടെ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിച്ച വേദന പലപ്പോഴും നാം മനസ്സിലാക്കുന്നത്. എന്നാൽ നാം നമ്മുടെ സൃഷ്ടാവിനോട് അനുസരണക്കേട് കാണിച്ചാൽ നിശ്ചയമായും നാം അത് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. നമ്മുടെ ജീവകാലം അഥവാ ലൈഫ് സ്പാൻ ഉഴപ്പിത്തീരുകയും നാം പറന്നു പോവുകയും ചെയ്തതിനു ശേഷം നാം ഭൂമിയിലായിരുന്നപ്പോൾ ജീവിച്ചതിനനുസരിച്ച് ദൈവം കണക്ക് തീർക്കുമ്പോൾ കുറവുള്ളവരായി ദൈവം നമ്മെ കാണുകയും കുറവുള്ളവരെ പാർപ്പിക്കുന്ന നിത്യനരകത്തിലേക്ക് നാം എറിയപ്പെടുകയും ചെയ്യേണ്ടി വരും എന്നതിനാലാണ് നാം നിത്യനരകത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ നമ്മുടെ പാപവും ശാപവും ചുമന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. നമ്മുടെ സ്വന്തം ഭാഷയിൽ ലഭിച്ചിരിക്കുന്ന ബൈബിൾ തുടക്കം മുതൽ അവസാനം വരെ നാം വായിച്ചാൽ നിശ്ചയമായും ജീവനേക്കാൾ ഉപരിയായി നമ്മെ സ്നേഹിക്കുന്ന യേശുവിനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മരണത്തിന് ശേഷം നിത്യജീവൻ തരുവാനും സമാധാന സന്തോഷത്തിൽ നമ്മെ നിറയ്ക്കുവാനും കഴിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു അഥവാ യഹോവയായ ദൈവം. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ദാവീദ് തൻ്റെ ഭൂമിയിലെ വാസത്തെ വെറും പരദേശവാസമായി കണക്കാക്കിയത്. തന്നെയുമല്ല, ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അഥവാ പ്രമാണങ്ങൾ അവന് കീർത്തനമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവന് ഏറ്റവും സന്തോഷം നൽകുന്നതായിരുന്നു എന്ന് സാരം. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ യഥാർത്ഥ ജീവിതവും സമാധാനവും ദാവീദ് രുചിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവന് ദൈവത്തിൻ്റെ ചട്ടങ്ങൾ കീർത്തനമായത്. അനേകരും സ്വർണവും വെള്ളിയും വാരിക്കൂട്ടുവാൻ തക്കവണ്ണം അതിനെ ആഗ്രഹിക്കുന്നു. എന്നാൽ ദാവീദ് പറയുകയാണ്, 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം എന്ന്. 119-ാം സങ്കീർത്തനം 72-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 119-ാം സങ്കീർത്തനം 127-ാം വാക്യത്തിൽ നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ നിത്യജീവനുണ്ടെന്ന് ദാവീദിന് അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ ന്യായപ്രമാണം നിത്യജീവൻ്റെ വചനങ്ങളാണെന്ന് പത്രോസിന് അറിയാമായിരുന്നു. പാപം ചെയ്ത് ജീവിക്കുകയും അതിനുശേഷം പാപത്തിൽ തന്നെ മരിക്കുകയും ചെയ്താൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ എത്തിച്ചുകൊള്ളുമെന്ന്
എന്ന പഠിപ്പിക്കലുകൾ വിശ്വസിച്ച ഒരു സാധു കോടീശ്വരനായിരുന്നു യാതനാസ്ഥലത്തെ ധനികൻ. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം തുടങ്ങുന്നത്. ഇദ്ദേഹത്തിന് 5 സഹോദരന്മാർ ഉണ്ട്. ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവൻ യാതനാസ്ഥലത്താണ്. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ കൈവശം ദൈവവചനമായ ബൈബിൾ ഉണ്ടായിരുന്നു. 5 സഹോദരന്മാരുടെ കൈകളിൽ ബൈബിൾ ഉണ്ട് എന്ന് അബ്രഹാം പിതാവ് പറഞ്ഞപ്പോൾ ധനവാൻ എതിർത്തിരുന്നില്ല. എന്നാൽ അവർ ആ പുസ്തകം വായിച്ചു നോക്കുവാൻ തയ്യാറായില്ല. മറ്റുള്ളവർ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ വിശ്വസിച്ച് തെറ്റായ പഠിപ്പിക്കലാണോ എന്ന് വിലയിരുത്താതെ തങ്ങളുടെ പാപത്തിൽ രസിച്ചു. പാപം ചെയ്യുന്നത് ധനവാന്റെ കീർത്തനമായിരുന്നു. നിന്റെ ആയുസ്സിൽ നീ നന്മ അനുഭവിച്ചുവെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ അബ്രഹാം പിതാവ് ധനവാനോട് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ലോകപ്രകാരം ജീവിച്ച സകല അശുദ്ധിയിലും ജീവിതം കഴിച്ചു എന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ തന്നെ ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുവദിക്കാത്ത ഒരു കാര്യവും ചെയ്യാതെ ദൈവവചനത്തെ തൻ്റെ കീർത്തനമാക്കി പരിഗണിച്ചുവെന്ന് പറഞ്ഞാൽ തെറ്റില്ല. കാരണം ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചിട്ടുണ്ട്. 2 തീമോഥെയോസ് 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിൽ ദൈവവചനത്തെ ഉപേക്ഷിച്ച് പാപത്തിൽ സന്തോഷിക്കുകയും അശുദ്ധ ജീവിതത്തെ കീർത്തനമാക്കുകയും ചെയ്ത ധനവാന് വേണ്ടി അനേകർ അന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ആ പ്രാർത്ഥന കൊണ്ട് ധനവാന് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്ന് തന്നെയല്ല, ധനവാൻ ഭൂമിയിലുള്ള തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ലാസറെ അയക്കുവാൻ പറയുകയാണ്. എന്നാൽ ലാസർ ദൈവത്തിൻ്റെ വചനത്തെ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ കീർത്തനമാക്കിയവനും ഭൂമിയിലെ വാസം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കിയവനുമായിരുന്നതിനാൽ അവൻ അബ്രഹാമിൻ്റെ മടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിശ്രമസ്ഥലത്ത് വിശ്രമിക്കുകയാണെന്ന് അബ്രഹാം പിതാവ് ധനവാനോട് പറയുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഈ ലോക ജീവിതത്തെ ദാവീദ് പരദേശവാസം എന്ന് പറഞ്ഞത് ഇത് താൽക്കാലിക ജീവിതം ആണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതിനാലാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ താൻ സന്തോഷിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അവൻ്റെ കീർത്തനം ആക്കിയതിന് കാരണം ദൈവവചനം അനുസരിച്ചാൽ നിത്യജീവൻ ലഭിക്കും എന്നതിനാൽ ആണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഈ ഭൂമിയിലെ ജീവിതം ദാവീദിനെ പോലെ പരദേശവാസം പോലെ മാത്രം കരുതുകയും ദൈവത്തിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അതിനെ കീർത്തനം ആക്കിയിരിക്കുന്ന വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? എങ്കിൽ മഹാപ്രതിഫലമുള്ള വിശ്വാസം തള്ളിക്കളയരുത്. ഏതെങ്കിലും വ്യക്തികൾ യേശുവുമായി കൂടുതൽ അടുക്കാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ യേശുവെ, നിന്നെ മനസ്സിലാക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും യേശു തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ച് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയത്തക്കവണ്ണം നമ്മുടെ ഹൃദയക്കണ്ണുകളെ തുറക്കും എന്നതിന് സംശയമില്ല. ആകയാൽ നമുക്ക് ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് രോഗസൗഖ്യം കൊടുക്കുകയാണമേ. അങ്ങേ അറിയാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അടിയനെ കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കൃപ കൊടുക്കുകയാണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിപ്പാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.